സുഹൃത്താണ് 2026 മാത്സ് പബ്ലിക് എക്സാം ഇനിയും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നടക്കുന്നതാണ്. എല്ലാവരും അതിന്റെ ഡേറ്റും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പ്രവർത്തനം മീൻസ് വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് മുമ്പായിട്ട് ഒരു എക്സാം ആണ് കൃത്യമായിട്ടുള്ളത്, സെക്കൻഡ് ലാംഗ്വേജ്. പിന്നെ +1 കെമിസ്ട്രി ഇംപ്രൂവ്മെന്റ് ഉള്ളവർക്ക് മാത്രം ഒരു ദിവസം കൂടെ അതിന് മുൻപായിട്ട് ഒരു എക്സാം എഴുതാനുണ്ടാവും. ഈ വർഷത്തെ എക്സാം വളരെ ഈസി ആണോ വളരെ ബുദ്ധിമുട്ടാണോ എന്നുള്ളൊരു ചോദ്യം പലരുടെയും മനസ്സിലുണ്ട്. അതിനെക്കുറിച്ച് എന്തായാലും പറയുമ്പോൾ നിങ്ങൾ 1-2 കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ മോഡൽ എക്സാം കഴിഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ച് എഴുതിയതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുട്ടികൾക്കൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാതെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിരുന്നു, വളരെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിരുന്നു നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ മോഡൽ എക്സാം. പക്ഷെ കുട്ടികൾക്കൊന്നും എഴുതാൻ അത്രയ്ക്ക് പറ്റിയിട്ടില്ല, കാരണം പഠിച്ചുകൊണ്ടൊന്നും അല്ല പോയേക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സാം വളരെ ഈസി ആയിരുന്നു, നിങ്ങൾ എഴുതിയിട്ടില്ല. ഈ 2 കാര്യങ്ങൾ കൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന പബ്ലിക് എക്സാം വളരെ ശ്രദ്ധിക്കണം. കാരണം ഈ മോഡൽ എക്സാം ഇത്ര ഈസി ആയ സ്ഥിതിക്ക് അതേപോലുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു എക്സാം വരാൻ സാധ്യത കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉണർന്ന് പഠിച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇത്തിരി ടഫായ മാത്സ് ഇത്തിരി ഒന്ന് ബുദ്ധിമുട്ടായാൽ മതി, വളരെ വലിയൊരു ബുദ്ധിമുട്ട് പോലെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്ന എക്സാമിന്. കാരണം ഒറ്റയ്ക്ക് ഇരുന്ന് നമ്മൾ ചെയ്യുന്നു. അത് ഏകദേശം ഒരു 90% കുട്ടികൾക്കും ബുദ്ധിമുട്ട് അതേപോലെ ആയിരിക്കും. ഒരു 10% ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിരിക്കും. അവർക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു ബുദ്ധിമുട്ടുണ്ടാകണമെന്നില്ല, പക്ഷെ മറ്റുള്ളവരെല്ലാവരും അങ്ങനെയാകണമെന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈസി ചാപ്റ്റേഴ്സുകളെ ഉടൻ തന്നെ നന്നായിട്ട് പഠിച്ചു വെക്കണം. ഈസി ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയായിരിക്കും, നമ്മുടെ ക്ലാസ്സുകളൊക്കെ വരുന്നുണ്ട്, എല്ലാ ക്ലാസ്സും കണ്ടോണം. അടിപൊളിയായിട്ടുള്ള ക്ലാസ് ആയിരിക്കും. പല രീതിയിലുള്ള പല ചാപ്റ്റേഴ്സിനെ വളരെ സിമ്പിൾ ആക്കി നിങ്ങൾക്ക് എക്സാമിന് വേണ്ട പുതിയ ക്വസ്റ്റ്യൻസുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ് ആണ്. എല്ലാവരും നമ്മുടെ ചാനൽ ഇപ്പൊ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ എനേബിൾ ചെയ്തിട്ടേക്കണം. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്തേക്കണം. നല്ല രീതിയിലുള്ള ക്ലാസ്സുകളും എക്സാമിന് വേണ്ട നമ്മുടെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ഏറ്റവും ഹയസ്റ്റ് വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ, അവനിൽ നിന്നൊക്കെ നല്ല ചോദ്യങ്ങൾ ഏറ്റവും സിമ്പിൾ ആക്കിയാണ് നമ്മൾ തരാൻ പോകുന്നത്. എല്ലാവരും കാത്തിരിക്കണം, ക്ലാസ്സുകൾ വരും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈസി ചാപ്റ്റേഴ്സിനെ മാക്സിമം ആദ്യം തന്നെ പഠിച്ച് തീർത്തേക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് LPP നിങ്ങൾ ചെയ്ത് നോക്കാറില്ല, എല്ലാവർക്കും അറിയാം എന്നുള്ള രീതിയിൽ കൂടി ഇരിക്കും. അങ്ങനെയാവരുത്, നിങ്ങൾ ചെയ്ത് തന്നെ നോക്കി പഠിക്കണം, ഇല്ലെങ്കിൽ പണി കിട്ടും. പിന്നെ വെക്ടർ ആൻഡ് 3D ഇത്തിരി ഈസി ചാപ്റ്റർ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ചെയ്യുമ്പോൾ തെറ്റിപ്പോകാം, ഫോർമുലാസുകൾ ഒത്തിരി ഉള്ളതുകൊണ്ട് മറന്നു പോകാം, അങ്ങനെ ഇവിടെ ക്ലിക്ക് ആകത്തില്ല ചിലർക്ക് ചില ക്വസ്റ്റൻസുകൾ. അതിനൊന്നും ടഫായിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്, അതൊക്കെ ഒന്ന് പഠിക്കണം. പക്ഷെ അതൊക്കെ ഇത്തിരി ഈസി ചാപ്റ്റർ എന്ന് പറയാൻ കാരണം നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല, ചെയ്യാൻ പറ്റും. പിന്നെ മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് എല്ലാവർക്കും അറിയാം, അത് നന്നായിട്ട് പഠിക്കണം. ഈ 5 ചാപ്റ്റേഴ്സിനെ പഠിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള മാർക്ക് കിട്ടും. പിന്നെ നമ്മുടെ ഡിഫറൻസിയേഷൻ അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഇതിന് പ്രമാണിച്ച് മീൻസ് ഈ എക്സാം പ്രമാണിച്ച് അടിപൊളിയായിട്ടുള്ള ക്ലാസ് ആയിരിക്കും വരുന്നത്. അപ്പൊ നിങ്ങൾ കാര്യമായിട്ട് പഠിക്കണം എന്ന് തന്നെ ഞാൻ പറഞ്ഞത്. കാരണം ഈ മോഡൽ എക്സാം ഇത്തിരി ഈസി ആയതിന്റെ പേരിൽ അതേപോലുള്ള ഒരു ഈസി ക്വസ്റ്റ്യൻ നമുക്ക് ഇനി ഒരിക്കലും പ്രതീക്ഷിക്കാൻ ചാൻസ് ഇല്ല. നിങ്ങൾ നന്നായിട്ട് അലേർട്ട് ആവണം, നല്ല രീതിയിൽ കൂടെ പഠിക്കണം, നല്ല രീതിയിൽ കൂടെ ഹാർഡ് വർക്ക് ചെയ്യണം. ഇനിയുള്ള ദിവസങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ പറ്റും. ഓക്കെ, അപ്പൊ ക്ലാസ്സുകളെല്ലാം കാണുക. നമ്മൾ ഇത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ, നന്നായിട്ട് പഠിക്കണം എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ തുടങ്ങിക്കോ. നമ്മുടെ ക്ലാസ്സുകളും വരുന്നുണ്ട്, എല്ലാവരും കാണുക. മാക്സിമം നിങ്ങൾക്ക് പ്രയോജനമാണ്, മീൻസ് ഏറ്റവും നല്ല രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ ഉദ്ദേശിച്ച് തരുന്നത്. എല്ലാ ചാപ്റ്റേഴ്സിനെയും നമ്മൾ കവർ ചെയ്തിരിക്കും. മാക്സിമം എല്ലാ ചാപ്റ്റേഴ്സിനെയും കവർ ചെയ്ത് ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും പഠിച്ചു, സമയമൊന്നും കളയണ്ട. എല്ലാവർക്കും പഠിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.